നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി കൃഷ്ണ. ഞാനിന്ന് സംസാരിക്കുന്നത് PCOS അഥവാ PCODയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ സ്ത്രീകളിൽ ഏകദേശം 20% പേർക്ക്, അതായത് രാജ്യത്തെ 5 സ്ത്രീകളിൽ ഒരാൾ വീതം ഈ PCOS ബാധിതരാണെന്നാണ് കണക്ക്. എന്താണ് PCOD അല്ലെങ്കിൽ PCOS? ഇത് പല രോഗാവസ്ഥകളുടെ ഒരു കൂട്ടമാണ്, അല്ലെ സിൻഡ്രോം എന്ന് പറയും. ഇതൊരു ഗൈനക്കോളജിക്കൽ ഡിസീസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ എൻഡോക്രൈൻ ഗ്രന്ഥികൾക്കുണ്ടാവുന്ന ഡിസോർഡേഴ്സ് ആണ് പ്രധാന കാരണം. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നീ ഹോർമോണാണ് ഒരു സ്ത്രീയുടെ അണ്ഡാശയത്തിൻ്റെയും അതായത് ഓവറിയുടെയും ഗർഭപാത്രത്തിൻ്റെയും ശരിയായ പ്രവർത്തനത്തിനെ സഹായിക്കുന്നത്. ഇതിൽ FSHന്റെ ഉത്തേജനത്താൽ ഈസ്ട്രജൻ എന്ന ഹോർമോണും LHന്റെ ഉത്തേജനത്താൽ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണും സന്തുലിതമായ തോതിൽ പ്രവർത്തിക്കുമ്പോഴാണ് അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം പുറത്തു വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നാണ് ആർത്തവം അല്ലെങ്കിൽ ഗർഭധാരണം നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ്. എന്നാൽ പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ തെറ്റായതും ചിട്ടയില്ലാത്തതുമായ ഭക്ഷണക്രമങ്ങൾ, വ്യായാമക്കുറവ്, സ്ട്രെസ്, ടെൻഷൻ, ഉറക്കക്കുറവ് തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങൾ ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിനെ തകരാറിലാക്കുന്നു. അങ്ങനെ പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസം നടക്കാതെ വരുമ്പോൾ ഈസ്ട്രജൻ റെസിസ്റ്റൻസും അതിനോടൊപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാവുന്നു. ആവശ്യത്തിന് ഈസ്ട്രജൻ ഉണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം ആൻഡ്രോജൻ ഹോർമോൺ, പ്രത്യേകിച്ചും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ കൂടുന്നു. അതുകൊണ്ട് തന്നെ ഈസ്ട്രജന്റെ പ്രവർത്തനക്ഷമതയില്ലായ്മയും പ്രൊജസ്ട്രോണിന്റെ അളവിലുള്ള കുറവും ടെസ്റ്റോസ്റ്റിറോണിന്റെ കൂടിയ അളവും അണ്ഡാശയത്തിന്റെയും അണ്ഡത്തിന്റെയും വളർച്ചയെ സാരമായി ബാധിക്കുന്നു. അതിനാൽ അണ്ഡത്തിന് പൂർണ്ണ വളർച്ച എത്താനോ അണ്ഡാശയം പൊട്ടി പുറത്തു വരാനോ സാധിക്കാതെ ഓവറിയിൽ തന്നെ നിന്നു പോകുന്നു. ഇങ്ങനെയുള്ള എഗ്സ് അല്ലെ അണ്ഡങ്ങൾ വെള്ള കുമിളകൾ പോലെ ഓവറിയിൽ കാണപ്പെടുന്നു. ഇതിനെയാണ് സിസ്റ്റുകൾ അഥവാ അണ്ഡാശയ മുഴകൾ അല്ലെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ PCOSന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ക്രമരഹിതമായ ആർത്തവം അല്ലെ ആർത്തവം ഇല്ലാതിരിക്കല്, അമിത രക്തസ്രാവം, അമിത രോമ വളർച്ച, മുഖത്തും ശരീരത്തും പുറത്തും വയറിലും നെഞ്ചിലും ഒക്കെ രോമം വളരുക, മുഖക്കുരു, ശരീരഭാരം വർദ്ധിക്കുക, മുടി കൊഴിച്ചില്, പിന്നെ തൊലിപ്പുറം കറുക്കുക, അതായത് കഴുത്ത്, സ്ഥലങ്ങൾക്ക് താഴെയൊക്കെ കറുത്തു വരിക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ മെയിനായിട്ട് വരുന്നത്. അടുത്ത കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്, അബോർഷൻ, വിഷാദം, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടെസ്റ്റ് എന്തൊക്കെ ചെയ്ത് നോക്കാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, പല ഹോർമോൺ സ്റ്റഡീസ് നോക്കാം, പിന്നെ അബ്ഡോമൻ വയറിന്റെ സ്കാൻ എടുത്ത് നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാം. ഇതിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്നത് നമ്മൾ ആരോഗ്യകരമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക, ചിട്ടയായ വ്യായാമം, യോഗ, മെഡിറ്റേഷൻ, ശരിയായ ഉറക്കം, പിന്നെ സ്ട്രെസ് റെഡ്യൂസിങ് ടെക്നിക്സ് എന്തെങ്കിലും ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ഇത് ശരിയായ ചികിത്സകൾ കൊണ്ട് PCOD ഉള്ള സ്ത്രീകൾ ഗർഭിണിയാകാനും അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ സുഖപ്രസവം നടത്താനും ഒക്കെ സാധിക്കുന്നുണ്ട്. നമുക്ക് സിദ്ധയിൽ PCODക്ക് നല്ല ചികിത്സയുണ്ട്. അതായത് അമൃത്, അശോകം, ശതാവരി, തഴുതാമ, തിപ്പിലി പോലെ ഉള്ള മരുന്നുകളൊക്കെ ചേർന്നിട്ടുള്ള ധാരാളം മരുന്നുകൾ ഈ ഒരു പ്രശ്നത്തിന് നല്ല ഫലം തരുന്നുണ്ട്. ഇതിൽ അമൃത് അധിക ഹോർമോണിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോജന്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിനും നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട്. ഇതിൽ ശതാവരി നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഇതിനുണ്ട്. അതുപോലെ പ്രൊജസ്ട്രോണിൻ്റെയും ആരോഗ്യമുള്ള എഗ്ഗിൻ്റെയും ഒക്കെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നുണ്ട്. തിപ്പിലി ആണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് വേദനകളൊക്കെ കുറയ്ക്കുന്നുണ്ട്. അശോകം പീരിയഡ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മരുന്നാണ്. യൂട്രസിനെ ബലപ്പെടുത്തി അമിത രക്തസ്രാവം ഒക്കെ തടയും.